നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് കല്യാണവർമാവിൻ്റെ യോഗ പ്രകരണമാണ്. ഇവിടെ യോഗപ്രകരണത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹ യോഗ നിരൂപണമാണ്. ദ്വിഗ്രഹങ്ങളും ത്രിഗ്രഹങ്ങളും നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ചതുർഗ്രഹങ്ങൾ 4 ഗ്രഹങ്ങളുടെ യോഗമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചഗ്രഹ യോഗങ്ങൾ, പിന്നെ പ്രവ്രജ യോഗമുണ്ട്, 6 ഗ്രഹങ്ങളുടെ യോഗമുണ്ട്. ഏതായാലും ഈ യോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ 2 ശുഭഗ്രഹങ്ങളാണ്, ആദിത്യനും ചൊവ്വയും. പിന്നീട് 2 ശുഭഗ്രഹങ്ങൾ ഗുരു ശുക്രന്മാർ. ഈ 4 ഗ്രഹങ്ങളുടെയും യോഗത്താൽ ജനിക്കുന്ന ഒരു വ്യക്തി, ഒരു പുമാൻ, അദ്ദേഹത്തിൻ്റെ യോഗം എപ്രകാരമാണെന്നാണ് പ്രസ്തുത യോഗ വിഷയത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. സുഭഗ പൂജ്യോ ലോകേ ധനവാൻ നൃപസമ്മതോതിവിഖ്യാത രവിഭൗമ ജീവശുക്രൈഃ ഏകസ്ഥൈഃ നീതിമാൻ പുരുഷഃ. ഏകസ്ഥൈഃ ഒന്നിച്ച് യോഗം ചെയ്ത് നിൽക്കുന്ന ഈ ഗ്രഹങ്ങൾ രവി, കുജൻ, സൂര്യൻ, ചൊവ്വ, ഗുരു, ശുക്ര ഗ്രഹങ്ങൾ ആരായിത്തീരുന്നു? നീതിമാൻ പുരുഷ, നല്ല നീതിശാലിയായ പുരുഷനാകുന്നു. അദ്ദേഹം ന്യായനീതികളെ മുറുകെ പിടിക്കുന്ന വ്യക്തിയാകുന്നു എന്നർത്ഥം. സുഭഗഃ ഭവതി, നല്ല സൗഭാഗ്യവാനായ വ്യക്തിയാകുന്നു. പൂജ്യോ ലോകേ, ലോകേ പൂജ്യഃ ഭവതി, അദ്ദേഹം ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു എന്നർത്ഥം. ധനവാൻ ഭവതി, അദ്ദേഹം ധനികനാണ്. ധനം അസ്യ അസ്തി ധനവാൻ, അദ്ദേഹം ധനികനാണ്. അദ്ദേഹത്തിന് സാമ്പത്തികമായി അദ്ദേഹം ധാരാളം സമ്പാദിക്കുന്നു ധനം. അതിലൂടെ ആ ധനസമ്പാദനത്തിലൂടെ തന്നെ അദ്ദേഹം ലോകത്തിൽ പൂജിക്കപ്പെടുന്നു. ആ രീതിയിൽ അദ്ദേഹത്തിന് സൗഭാഗ്യവും ഉണ്ടാകുന്നുണ്ട് എന്നർത്ഥം. നൃപസമ്മത അതിവിഖ്യാത, അദ്ദേഹം വളരെ പ്രശസ്തനാകുന്നു, രാജാവ് അംഗീകരിക്കുന്നു. നല്ല ഒരു ഫലമാണ് ഇത്. സുയോഗമെന്ന് പറയുന്നു, ശോഭനമായ യോഗമാകുന്നു ഈ 4 ഗ്രഹങ്ങളുടെയും യോഗമെന്ന് നിങ്ങൾ അറിയുക.